വക്കീലും കൂടെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? വേദ പറഞ്ഞതങ്ങ് അനുസരിക്ക, അല്ലാതെ വേറൊരു വഴിയുമില്ല. ഗിരി അതിന് സമ്മതിക്കോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്നു പറയണം. ദേ വല്ലിച്ച, വൈകും തോറും പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. ഏതെങ്കിലും പോലീസുകാരൻ വിളിച്ചു പറഞ്ഞ് വല്ല ചാനലുകാരും അറിഞ്ഞ തീർന്നു. പിന്നെ പോലീസുകാർ പറഞ്ഞില്ലെങ്കിലും ചാനലുകാർ വിവരം അറിയും. ഇത് എത്രത്തോളം വഷളാക്കാമോ അത്രത്തോളം വഷളാക്കണമെന്ന് വിചാരിക്കുന്ന ചിലർ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഓ, അവസാനം ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. നീയും നിന്റെ ഭാര്യയൊക്കെ മഹാന്മാര്, ഞാൻ ശത്രു. എടാ, ഗിരിയോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? ഓ, എല്ലാരും കൂടെ തോൽപ്പിക്കാൻ നോക്കുമല്ലേ വേദേ. എന്നിട്ട് എന്താ നടന്നത്? അവള് തോറ്റോ? അവസാനം തോക്കുന്നതേ നമ്മളായിരിക്കും ഓർത്തോ? ഗിരി അടക്കം ആരും വേദയെ ഒന്നും ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടും നീ എന്തിനാ അവളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്? വേദയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 10-ൽ 1 അംശമെങ്കിലും നീ നിന്റെ അനിയനോട് കാണിക്ക. എന്റെ അനിയനെ സ്നേഹിക്കാനേ എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. അവനോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാ ഈ കേസിന് എങ്ങനെയെങ്കിലും അവനെ ഊരെടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ പോലെ വാശി പിടിക്കാം, ഗിരി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കാം. അങ്ങനെ ചെയ്താ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയോ? അവനെ അങ്ങ് അകത്തു പോവും. നിങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെടാനുള്ളത് എനിക്ക് അവന് മാത്രം. അവനകത്തു പോയി പിന്നെ ഞാനാരാ? സ്ത്രീ പീഡന കേസിൽ അകത്ത് കിടക്കുന്നവന്റെ പെങ്ങള്. എന്റെ ജീവിതം അതോടെ തീർന്നു. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ആർക്കും ഒരു ദോഷവും വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നെ വാ കൊണ്ട് പറഞ്ഞ പോരാ, പ്രവർത്തിച്ചു കാണിക്കണം. വേദേ, ഒരു കോംപ്രമൈസും ചെയ്യുന്ന ആരും വിചാരിക്കണ്ട. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് തീരുമാനിക്കും. നീലേ, നീ ഒരു തീരുമാനം പറയേ, അതുപോലെ അങ്ങ് ചെയ്യാം നമുക്ക്. അച്ഛാ, നമ്മുടെ മുമ്പിൽ ഇപ്പൊ വേറെ ഒരു മാർഗവുമില്ല. ഗിരിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് കല്യാണം അല്ലേ? എന്നാ പിന്നെ അത് നടക്കട്ടെ. വേറെന്ത് ചെയ്യാനാ?